നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് റസ്ക്, വെണ്ണ ബിസ്ക്കറ്റ്, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഏറ്റവും കൂടുതൽ വിറ്റിരുന്ന സാധനങ്ങൾ. പിന്നെ ബ്രെഡ്, കേക്ക് എന്ന് പറഞ്ഞാൽ പ്ലം കേക്കും ഒരു ടീ കേക്കും മാത്രമേ ഉണ്ടായിരുന്നു. 2 തരം കേക്കേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. വേറെ കുറച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ അന്ന് പിന്നെ നമ്മൾ ഇന്നത്തെ ഡിസ്പ്ലേ മാതിരി പാക്കേജിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭരണിയിലായിട്ട് വെക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഇന്നിപ്പോൾ നമുക്കൊരു 600 SKUs ഉണ്ട്. 600ഓളം പ്രോഡക്ട്സ് SKUs ഉണ്ട്. പിന്നെ ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, കുക്കീസ്, പിന്നെ ബ്രെഡ്സ് തന്നെ വെറൈറ്റീസ് ഉണ്ട്. റസ്ക് 2-3 വെറൈറ്റി ഉണ്ട്. പിന്നെ ഇന്ത്യൻ സ്വീറ്റ്സ് ഉണ്ട്, ലഡു, ജിലേബി, ബർഫി, മൈസൂർ പാക്ക്, ഗീ മൈസൂർ പാക്ക്, അങ്ങനെ ഒരു റേഞ്ച് ഉണ്ട്. പിന്നെ സേവറീസിൻ്റെ, മിക്സ്ചേഴ്സിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. സ്നാക്സിൽ നമുക്ക് പഫ്സ് മുതൽ റോൾസ്, പിസ്സാസ്, സാൻഡ്വിച്ചസ്, അങ്ങനെ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അന്നത്തേതിൽ വെച്ച് നോക്കുമ്പോൾ അന്നൊരു 50 പ്രോഡക്റ്റ് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഇന്നൊരു 600+ പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം ബർത്ത്ഡേസ് ആണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, തീം അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഉള്ള ബർത്ത്ഡേ കേക്ക്സ്, അങ്ങനെ വെറൈറ്റീസ് ഒരുപാടാണ്. അന്നത്തേനെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ബേക്കറിയിൽ എത്തുന്ന ആൾക്കാരും വളരെ കുറവ് തന്നെയാണ്. ഒരു പനി പിടിക്കുമ്പോഴാണ് ബ്രെഡ് മേടിക്കുക, അല്ലെങ്കിൽ റസ്ക് മേടിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള ഒരു ചായൻ്റെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഡേ ലോങ് യൂസ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ നമുക്ക് ബേക്കറിയുടെ ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അത്രയും പ്രോഡക്റ്റ് റേഞ്ചിൽ നമ്മൾ വളർന്നിട്ടുണ്ട്.